ഇപ്പൊ ഇതിന്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിന്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. കെ മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. മുൻപ് ശൈല ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് എറണംകെട്ടവർ നാട് ഭരിച്ചു കഴിഞ്ഞാൽ നിപ്പയും വരും, അതിന് വലുതും വരും. കെ കരുണാകരൻ ഇവിടെ നാട് ഭരിച്ചിട്ടില്ലേ? അന്നൊന്നും ഈ അസുഖം ഉണ്ടായിരുന്നില്ലല്ലോ എന്നായിരുന്നില്ലേ സാറേ താങ്കൾ പറഞ്ഞിരുന്നത്? എന്താ ഇപ്പോൾ അഭിപ്രായം മാറിയ? ഗ്യാലറിയിലിരുന്ന് കളി കാണുന്നത് പോലല്ല ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നതെന്ന് ഇപ്പം ഏകദേശം ധാരണയായി അല്ലേ, ഒരു മാസം കൊണ്ട് തന്നെ. ഇനി അന്ന് പറഞ്ഞ മുരളീധരനല്ല ഇന്ന് ഈ സീറ്റിന്, ആരോഗ്യമന്ത്രിയുടെ സീറ്റിന് ബാധകമല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കെ മുരളീധരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, സഹപ്രവർത്തകർ, ഇവരൊന്നും മന്ത്രിയായിരിക്കുമ്പോൾ നിങ്ങളെ ആരും അല്ലാതായി പോവുമോ? ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസവും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങളിൽ അധികം അഭിപ്രായം പറയാൻ പാടുള്ളൂ. ഇന്നയാളെന്നല്ല, കെ മുരളീധരൻ എന്നല്ല, ആരായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ വാഗ്ദാനങ്ങളും അഭിപ്രായങ്ങളും പറയുമ്പോൾ ഭരണപക്ഷത്തെത്തിയാൽ അത് ചെയ്യാനുള്ള ആർജവം ഉണ്ടാകണം. അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്.